പ്രമേഹ ചികിത്സാ രംഗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിലൊന്നായ റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യയുടെ 53ാമത് ദേശീയ സമ്മേളനം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. നവംബർ 9 വരെ കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ നടക്കുന്ന ദേശീയ ശാസ്ത്ര കോൺക്ലേവിൽ 7000-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. പ്രമേഹ പ്രതിരോധം, ചികിത്സ, സാങ്കേതിക വിദ്യ എന്നിവയിലെ ഏറ്റവും പുതിയ പുരോഗതികൾ പങ്കുവെക്കുന്നതിനായി പ്രമേഹ രോഗ വിദഗ്ധർ, ഡോക്ടർമാർ, ഗവേഷകർ തുടങ്ങിയവരാണ് 4 ദിവസമായി നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുക. 14 വർഷത്തിന് ശേഷം കേരളത്തിലെത്തുന്ന സമ്മേളനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് പറഞ്ഞു. നമുക്കറിയാം, 2 രോഗങ്ങളാണ് ഇപ്പോൾ ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നത്. ചികിത്സ ഉണ്ടെങ്കിൽ പോലും, ഒന്ന് പ്രമേഹം, മറ്റൊന്ന് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണങ്ങളും ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നത് ഈ മേഖലയിലാണ്. ഇതിൻ്റെ പ്രസക്തി ഇതിൽ പങ്കെടുക്കുന്ന ചികിത്സകർക്ക്, പ്രമേഹ രോഗം ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഒരു 50% അവരുടെ ചികിത്സ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കായിരിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായും ഡോക്ടർ ശശാങ്ക് ജോഷി വിശിഷ്ടാതിഥിയുമായിരിക്കും. കഴിഞ്ഞ 1 വർഷക്കാലം പ്രമേഹ ചികിത്സാ രംഗത്തുണ്ടായ പുരോഗതിയും പുതിയ ചികിത്സാ രീതികളും ഉൾപ്പെടെ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തും. ഇന്ത്യയിൽ പ്രമേഹബാധിതരായ 50% ആളുകളും തങ്ങൾ പ്രമേഹബാധിതരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തുടക്കത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ പ്രമേഹത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 4 ദിവസമായി നടക്കുന്ന ദേശീയ സമ്മേളനത്തിന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആശംസകൾ നേർന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.